ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്തൊക്കെ എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ്, ദെൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് വാണ്ട്സ്. ഓഹോ, നൈറ്റ് ഓഫ് വാണ്ട്സ്. ഇന്ന് എല്ലാ നൈറ്റുകളെല്ലാവരും ഉണ്ടല്ലോ, നൈറ്റ്സ്. Then 7 of Pentacles, ലവേഴ്സിൻ്റെ കാർഡുണ്ട്. ഓക്കെ, 9 of Wands, 6 of Cups, 7 of Cups. വെരി ഗുഡ്. ഓ മൈ ഗോഡ്, പേജ് ഓഫ് കപ്സ്. എന്താണിത്? ഓ മൈ ഗോഡ്, 4 of Wands and Judgment. കൊള്ളാം, നൈസ്, ബ്യൂട്ടിഫുൾ കാർഡ്സ്. ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ കേട്ടോ, അടിപൊളി. അപ്പോൾ ഇവിടെ കാർഡ്സ് വന്നേക്കുന്നത് കണ്ടല്ലോ, എല്ലാം പേജസ് ആൻഡ് കപ്സ് ആണ്. ബോട്ടം വന്നേക്കുന്നതാണെങ്കിൽ 4 of Wands ആണ്. അപ്പം ഇന്ന് മൊത്തത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നടക്കുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. 4 of Wands അതാണ് പറയുന്നത് കേട്ടോ. 4 of Wands പറഞ്ഞാൽ നമ്മളൊരു പാഷനെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നേ ദിവസം അതിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ്. വിദേശത്ത് നിന്ന് നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഹോം കമ്മിങ്ങിൻ്റെ ദിവസമാണ്. വിവാഹ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്ന ദിവസമാണ്. വിവാഹമോ വിവാഹ നിശ്ചയമോ ആയിരിക്കാം, നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വിവാഹത്തിലോ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലോ പങ്കെടുക്കുന്നതായിരിക്കും. ഒരു സെലിബ്രേഷൻ്റെ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സെലിബ്രേഷനിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടാവും. നിങ്ങളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രോഗ്രസ്സിലേക്ക് പോകുന്നുണ്ടാവും. ഇത് സോൾമേറ്റ് റീയൂണിയൻ്റെ കാർഡാണ്. സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ ഇവിടെ ലവേഴ്സിൻ്റെ കാർഡുണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫ് ലവേഴ്സിൻ്റെയും അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിംസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ റീയൂണിയൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വലിയൊരു ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 4 of Wands, അതായത് നിങ്ങൾ കാർമിക്കായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടാൻ പോകുന്നു, നിങ്ങൾക്ക് അതിൽ നിന്നൊരു അച്ചീവ്മെൻറ്റ് നേടാൻ സാധിക്കുന്ന ഒരു ദിവസമാണിത്. ഓക്കെ, ബാക്കി എല്ലാം വളരെ നല്ല, വളരെ വളരെ രസമുള്ള കാർഡുകളാണ് വന്നേക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്ന കാർഡ്സാണ്. ഫസ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങൾ വിശ്വസിക്കാവുന്ന, നിങ്ങളിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാൾ തിരിച്ചു വരുന്നു എന്നാണ്. ഇത് നിങ്ങൾ കാത്തിരുന്ന ആളാണ്, അയാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെയിറ്റിംഗ് എനർജിക്ക് ശേഷമുള്ള റീയൂണിയൻ്റെ കാർഡാണ്. ഇത് തന്നെയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത്. അതായത് നിങ്ങൾ ആർക്ക് വേണ്ടി കാത്തിരുന്നോ അയാൾ കപ്പ് ഓഫ് ലവും കമ്മിറ്റ്മെൻറ്റും തരാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നിടത്ത് നിന്ന് വിശ്വസ്തനായ ഒരാൾ ആയിട്ട് തിരിച്ചു വരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഫലമായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളത് എനിക്ക് നന്മയുള്ളത് എന്നിലേക്ക് വരണമെന്നായിരിക്കും. അപ്പോൾ നിങ്ങളിൽ നിന്ന് പോയ വ്യക്തികളിലെ നന്മകളെല്ലാം നല്ല നന്മകളാക്കിയിട്ട്, ചീത്ത എല്ലാം പോയിട്ട് നന്മകളുള്ള ആളാക്കി തിരിച്ച് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഈ നൈറ്റ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത്. അപ്പോൾ നിങ്ങളിത് പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഫർ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഓഫറുകളോ സഹായമോ ചെയ്തു കൊടുക്കാൻ പറ്റും. നിങ്ങളിലേക്ക് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാൾ, പിണങ്ങിപ്പോയ ആളാവാം, നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയാവാം, ഒക്കെ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ഓഫർ ആയിരിക്കും, ഒരു ജോബ് ഓഫർ വരുന്നതാകാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതും പറഞ്ഞ പോലെ
ഉറപ്പായിട്ടും നിങ്ങളുടേതായിരുന്നു, പക്ഷെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്, ഇന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. അപ്പോൾ മൂല്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. കമ്മിറ്റ്മെൻറ്റ് തരാൻ മടി കാണിച്ചിരുന്ന ആരെങ്കിലും നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ആയിപ്പോയ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ 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 കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ആളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളായിട്ട് നിങ്ങളിൽ നിന്ന് പോയ ഒരാൾ തിരിച്ചു വരുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഇവിടെ പാസ്റ്റ് ലൈഫിൻ്റെ കാർഡൊക്കെ ഉള്ളതുകൊണ്ട് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകളാവാനും സാധ്യതയുണ്ട് കേട്ടോ. പാസ്റ്റ് ലൈഫിൻ്റെ 6 ഓഫ് കപ്പ് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡും അതുപോലെ ലവേഴ്സ് പാസ്റ്റ് ലൈഫ് ലവറിൻ്റെ കാർഡുമാണ്. അപ്പം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് 3 ഓഫ് വാൺസ്. വിദേശത്തേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത ഘട്ടം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്, അതായത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു പാഷനെ ചേസ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് അധിക വരുമാനമോ ജീവിത നിലവാരമോ ഒക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ധൈര്യമായിട്ട് പ്രിപ്പറേഷൻസ് നടത്തി മുന്നോട്ട് പോകാം, പ്ലാനിങ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഇനി വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്താവുന്നതാണ്. അപ്പോൾ ആ ശ്രമം ഫലവത്താവുന്നതാണെന്നാണ് കാണുന്നത്. പിന്നെ വിദേശത്തേക്ക് പഠിക്കാനോ ഒക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും വിസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും വിദേശത്തേക്ക് നോക്കി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ നല്ല ദിവസമായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് നിന്ന് ഓഫർ വരാൻ സാധ്യതയുണ്ട്. വിദേശത്ത് നിന്ന് നിങ്ങൾക്ക് ധനസഹായം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ജോബ് നോക്കി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിലേക്ക് ജോബ് വരുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് നൈറ്റ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ വളരെ നൈറ്റ് ഓഫ് വാൺ ആണ്. അപ്പോൾ വളരെ പാഷനേറ്റായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ദിവസമാണ്. വളരെ ക്വിക്കായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുകയും ക്വിക്കായിട്ട് അത് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും. അതുപോലെ വളരെ എനർജറ്റിക് ആയിരിക്കും. വളരെ എന്ത് കാര്യത്തിനെയും വേണ്ടാതെയും വേണ്ടിയിട്ടും ചെയ്യുമല്ലോ, അപ്പോൾ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് അതിൽ നിങ്ങൾക്കും അതുപോലെ എനിക്കും ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് ഇൻസ്പിറേഷൻ കിട്ടി മറ്റുള്ളവരും അതേപോലെ ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. പിന്നെ ഇന്ന ദിവസം നിങ്ങൾക്കൊരു ഭയമില്ലായ്മ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു ഭയമില്ലായ്മ മുന്നോട്ട് ഇതുണ്ട്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ 3 ഓഫ് വാണ്ടിലേക്കാണ് അത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയും ദിവസം പേടിച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുക്കാതിരുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിദേശത്ത് നിന്നൊക്കെ ധനസഹായം വരുന്ന കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എന്താണോ അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരും. അതിനൊരു പുതിയ വഴി തുറന്ന് കിട്ടുമെന്നുള്ളതാണ്. അവിടെ ക്വിക്ക് ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. പാഷനേറ്റ് ആയിട്ട് അവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ, നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും നിങ്ങളുടെ കയ്യിലുള്ള പണം തന്നെ ആയിരിക്കും, നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ കൂലിയായിരിക്കും, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അതില്ല, അത് നിങ്ങൾക്ക് കിട്ടുമെന്നറിയാം, പക്ഷെ എപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോണം, നിങ്ങൾ പണം മാനിഫെസ്റ്റ് ചെയ്യണം നിർബന്ധമായിട്ട്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ അവിടെ ഇന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും. അതാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നെക്സ്റ്റ് ലവേഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് റീയൂണിയൻ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്. റീയൂണിയൻ്റെ കാർഡ് കാണുന്നുണ്ട്. ഇവിടെ 4 ഓഫ് വാണ്ടും ഉണ്ട്, അതുപോലെ ലവേഴ്സും ഉണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫ് ലവേഴ്സാണ് നിങ്ങളെങ്കിൽ, അങ്ങനെ പാസ്റ്റ് ലൈഫ് ലവേഴ്സാണ് നിങ്ങളിപ്പോഴെങ്കിലും റീഡിംഗ് ഒക്കെ എടുത്തപ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫ് ലവേഴ്സ് ആണെന്നൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു റീയൂണിയൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 9 ഓഫ് വാൺസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ലവർ, നിങ്ങൾ പാസ്റ്റ് ലൈഫ് ലവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ പ്രതി ഒരു പേടിയുണ്ട്. പേടി, ഇത് 9 ഓഫ് വാണ്ട് പേടിയുടെ കാർഡാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു പേടി ഉണ്ടെങ്കിൽ ആ പേടി നിങ്ങൾക്ക് ഇന്ന് അവസാനിച്ച് പോകുന്നതായിട്ട്, ആ പേടി നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടും കാരണം നിങ്ങൾക്കതിൻ്റെ ആ ഒരു
എന്താണ് ആ ഒരു അച്ചീവ്മെൻറ്റ് ആണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങളിൽ വരുന്ന ദിവസമായിട്ടാണ് 9 ഓഫ് വാൺസ് പറയുന്നത്. പേടി അകന്നു പോകുന്നതാണ്. ഈ ലവേഴ്സിലേക്കാണ് ഇത് നോക്കുന്നപ്പോൾ പാസ്റ്റ് ലൈഫ് ലവേഴ്സിനോടാണ്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പേടിയുണ്ട് എങ്കിൽ ആ പേടി ഇന്ന ദിവസം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് അവിടെ ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ജോബൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ നോക്കി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന ദിവസം നിങ്ങളുടെ അഡ്വൈസ് മെമ്മോയോ അപ്പോയിൻമെൻറ്റ് ഓർഡറോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അത് പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഒരു ഓഫറൊക്കെ വന്ന് കിട്ടാനായിട്ട് സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ പാസ്റ്റിലുള്ള നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിങ്ങളുടെ നൊസ്റ്റാൾജിക് ഫീലിങ്സ് തരുന്ന കൂട്ടുകാരാകാം, നിങ്ങളുടെ പേരൻസ് ആകാം, നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആളുകൾ, നിങ്ങളുമായി വളരെ ചേർന്ന് നിന്നിരുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്തവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളുടെ പഴയ കാര്യങ്ങൾ നിങ്ങൾ കൂട്ടുകാരോട് പറയുന്നതാവാം, നിങ്ങളുടെ പഴയ കൂട്ടുകാരെ നിങ്ങൾ കാണുന്നതാവാം, പഴയ കൂട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതോ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതോ ആകാം. അത് കൂട്ടുകാരാകാം, അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ മുമ്പ് ജോലി ചെയ്തിരുന്ന ആളുകളെ കാണുന്നതോ അങ്ങനെ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് 7 ഓഫ് കപ്സ് പറയുന്നത് ഇന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുമെന്നാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ലൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മേടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീട് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനോ വീട് പുതുക്കി പണിയാനോ ഒക്കെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്നൊരു പുതിയ തുടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട് വാങ്ങിക്കാനോ അതിൻ്റെ രജിസ്ട്രേഷനോ അതിൻ്റെ ഒരു റിന്യൂവേഷൻ എന്തെങ്കിലും കാര്യമോ പിന്നെ ബാങ്ക് ലോൺ വെച്ചത് അപ്രൂവൽ ആവുന്നതോ എന്തെങ്കിലുമൊക്കെ വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തറ പണി തുടങ്ങുക, വാർക്കൽ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പർച്ചേസിങ് നടത്താൻ സാധ്യതയുണ്ട്. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. വീണ്ടും പേജ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ ഒരാൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു യങ്ങർ എനർജി ആയിരിക്കും. നിങ്ങൾക്ക് പ്രായം കുറഞ്ഞ ആളായിരിക്കും, അല്ലെങ്കിൽ പ്രായം ഉണ്ടെങ്കിലും മെച്യൂരിറ്റി കുറവുള്ള ആളായിരിക്കും. അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇവിടെയും വീണ്ടും ഒരു ജോബ് ഓഫർ ആയിരിക്കാം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ നിങ്ങൾ വളരെ ആവശ്യപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ഒരാരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പണമായിട്ടാകാം, ജോലിയായിട്ടാകാം, അതല്ലെങ്കിൽ ഒരു സഹായമായിട്ടാകാം ആരെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ഇന്നത്തെ ദിവസം കേട്ടോ. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഇന്നെന്തോ നേടാൻ നമുക്ക് എന്തോ വന്ന് കിട്ടാൻ സാധ്യതയുള്ള ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിൻ്റെ മുന്നോട്ട് പോകാനുള്ള വഴികളെക്കുറിച്ചൊരു ബോധ്യം, ധാരണ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് എങ്ങനെ കയ്യിലേക്ക് വരും, എപ്പോൾ വരുമെന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ. അതുപോലെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് സഹായം വന്ന് കിട്ടുമെന്നുള്ള കുറേ കാർഡ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്ത് കാര്യത്തിലാണോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്, അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഹെൽപ്പ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത്, ഏത് ലക്ഷ്യത്തിലേക്കാണോ പോകേണ്ടത്, ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റും. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ പേടിച്ച് നിൽക്കുന്ന കാര്യം എന്തായാലും ആ പേടിയുടെ ആവശ്യമില്ല. പേടിയെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളത് തന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ, അത് കിട്ടി എന്നുള്ള രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. നുണയാണെങ്കിലും 10 പ്രാവശ്യം പറയുമ്പോൾ അത് സത്യത്തിൻ്റെ ഫലം ചെയ്യുമെന്നാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇല്ല എങ്കിലും അതുണ്ട് എന്ന ധാരണയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരും കേട്ടോ. തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, നന്ദി പറയണം. പിന്നെ നന്നായിട്ട് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യണം കേട്ടോ. മണി മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ അറിയാമല്ലോ, മണി ഹോപ്പനപ്പിനോ ചൊല്ലണം കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യണം. ഇന്ന് വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ചോദ്യങ്ങൾ മനസ്സിൽ വിചാരിക്കും. 3 കാർഡ് എടുക്കാം. അപ്പോൾ 3 കാർഡിനും ഓരോ ചോദ്യം മനസ്സിൽ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് എടുക്കാം. ഫസ്റ്റ് ചോദ്യം മനസ്സിൽ വിചാരിച്ചോ.
എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. ഫസ്റ്റ്, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. അപ്പോൾ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം നിങ്ങളെ ഇന്ന് അലട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക. എന്താണോ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണ്ടത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര വളരെ ദുഷ്കരമായിരിക്കും കേട്ടോ. രണ്ടാമത്തെ കാർഡ് വന്നിട്ട് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ചാഴ്ചകളോടൊന്ന് കാത്തിരിക്കും, നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് റൊമാൻസ് ആണ്. അപ്പോൾ റീയൂണിയൻ്റെ കുറേ കാർഡ്സ് ഉണ്ടല്ലോ നമുക്ക് ഇന്ന ദിവസം. അപ്പം റൊമാൻസ് വളരെ സ്നേഹനിർഭരമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പം 3 കാർഡിനും 3 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. അപ്പം ഇതാണ് ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും. അത് നമുക്ക് കുറേ കാർഡ്സിൽ കിട്ടിയല്ലോ. കമ്മിറ്റ്മെൻറ്റ് വന്ന് കിട്ടും, കപ്പ് ഓഫ് ലവ് വന്ന് കിട്ടും, അതുപോലെ വളരെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും, നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും മുന്നോട്ട് വരും. ഇവിടെ റീയൂണിയൻ്റെ കാർഡുണ്ട്, ഇവിടെ റീയൂണിയൻ്റെ കാർഡുണ്ട്, ഇവിടെ റീയൂണിയൻ്റെ കാർഡുണ്ട്, ഒരുപാട് ചോയ്സുകളുണ്ട്, ഇവിടെ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. ഇതെല്ലാം ഞാൻ എന്നിലേക്ക് ആകർഷിക്കുന്നു, ഇതെല്ലാം എനിക്കിന്ന് വന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ വരും. ഇതെല്ലാം എനിക്കുള്ളതാണ്, ഇതെല്ലാം എനിക്കിന്ന് വന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ തന്നെ വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് ഡിസെപ്ഷനാണ്. ഒരു ചീറ്റിംഗ് ഉണ്ട് ലവേഴ്സിന്. സമൺ ഈസ് വെയറിങ് എ ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരോ ഒരാളൊരു ഫോൾസ് സെൽഫ് മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങളല്ല എങ്കിൽ മറ്റാളെ സൂക്ഷിക്കുക കേട്ടോ. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. വെരി സൂൺ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു. ഡിറ്റർമിൻഡ് ആയിട്ടിരിക്കുക. എന്താണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക. ആ ധാരണയിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ഓക്കെ, നെക്സ്റ്റ് ചിൽഡ്രൻ. യുവർ ലവ് ലൈഫ് ഈസ് ബീയിങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. ഇന്ന് നിങ്ങളുടെ റിയൽ ലവ് ലൈഫ് കുട്ടികളാൽ അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. എക്സ്പ്രസ് യുവർ ലവ് ആണ്. ഗോ എഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റേഴ്സ്. അപ്പോൾ വളരെ റൊമാൻറ്റിക് ആയിട്ടിരിക്കുക. ആ റൊമാൻസിൻ്റെ കാർഡ് ഏഞ്ചൽസും പറഞ്ഞല്ലോ. റൊമാൻറ്റിക് ആയിട്ടിരിക്കുക, അത് നിങ്ങളിലേക്ക് തന്നെ വരട്ടെ എന്നാണ് പറയുന്നത്. നാച്ചുറലായിട്ട് റൊമാൻസ് ഒഴുകട്ടെ, ലൈഫിലേക്ക് ഒഴുകി വരട്ടെ എന്നാണ് കേട്ടോ. അപ്പം വളരെ ജെന്യൂൻ ആയിട്ടിരിക്കുക. ഡിസെപ്ഷൻ ഒന്നും ചെയ്യാൻ പോകരുത്, ചീറ്റിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല. വിശ്വസിച്ച് തന്നെ സ്നേഹിക്കുക. സ്നേഹിക്കുന്ന സമയത്ത് സ്നേഹിക്കുക, വഞ്ചിക്കാൻ പോകില്ല. എവറിതിങ് വിൽ ബി ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.